മലയാള സിനിമയെ സംബന്ധിച്ച് നഷ്ടങ്ങളുടെ ഒരു വർഷം കൂടിയായിരുന്നു 2023. ചിരിച്ചും ചിരിപ്പിച്ചും നമുക്കൊപ്പം ഉണ്ടായിരുന്ന നിരവധി താരങ്ങളെയാണ് ഈ വർഷം അവസാനിക്കുമ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരുപിടി നല്ല സിനിമകൾ സമ്മാനിച്ചുകൊണ്ട് കടന്നുപോയവർ. ഇവരിൽ പലരുടെയും വേർപാടുണ്ടാക്കിയ വേദനയുടെ ആഴം വളരെ വലുതായിരുന്നു. അത്തരത്തിൽ 2023 അവസാനിക്കുമ്പോൾ മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും നഷ്ടമായ പ്രിയപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണെന്ന് ഒന്ന് ഓർത്തെടുക്കാം. മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ഇന്നസെന്റ് വിടവാങ്ങിയത് മാർച്ച് 26 തീയതിയായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. അർബുദത്തെ തുടർന്നുള്ള ശാരീരിക അസ്വസ്ഥതകൾ മൂലം മരണത്തിന് 2 ആഴ്ച മുമ്പാണ് ഇന്നസെന്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 1972 പുറത്തിറങ്ങിയ നൃത്തശാലയ്ക്ക് പിന്നാലെ 500-ലധികം ചിത്രങ്ങളുടെ ഭാഗമായ ഇന്നസെന്റ് മലയാള സിനിമയുടെ ചിരിയുടെ മുഖമായിരുന്നു. സംവിധായകൻ സിദ്ദിഖിന്റെ മരണവും സിനിമാ പ്രേമികൾക്ക് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. ചലച്ചിത്ര പ്രേമികൾക്കായി ചിരിമേളമൊരുക്കിയ സിദ്ദിഖ് വിടവാങ്ങിയത് ഓഗസ്റ്റ് 8 തീയതിയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹവും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. 68 വയസ്സിലാണ് ചിരിച്ചും ചിരിപ്പിച്ചും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് സിദ്ദിഖ് വിടവാങ്ങിയത്. മലയാള സിനിമയിലെ കരുത്തുറ്റ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച നടൻ കുണ്ടറ ജോണിയെയും മലയാള സിനിമയ്ക്ക് നഷ്ടമായത് 2023 തന്നെയാണ്. ഒക്ടോബർ 17 തീയതിയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. 71 വയസ്സായിരുന്നു. നെഞ്ചുവേദനയെ തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. ഉണ്ണിമൂന്തൻ നായകനായി എത്തിയ മേപ്പടിയാനിലാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ വേഷമിട്ടത്. നടിയും സംഗീതജ്ഞയുമായ സുബ്ബലക്ഷ്മി അമ്മയുടെ വേർപാടും വേദന നിറയ്ക്കുന്ന വാർത്ത തന്നെയായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് നവംബർ 30 തീയതി സുബ്ബലക്ഷ്മി അമ്മയുടെ അന്ത്യം. മലയാള സിനിമകളിൽ മുത്തശ്ശി വേഷങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിരുന്ന സുബ്ബലക്ഷ്മി അമ്മയുടെ കല്യാണരാമനിലെയും നന്ദനത്തിലെയും വ്യാപകനിലെയും വേഷങ്ങൾ എന്നും ഓർമ്മയിൽ നിൽക്കുന്നവയാണ്. പ്രായം വെറും നമ്പർ മാത്രമാണ് എന്ന് തെളിയിച്ച കലാകാരി 87 വയസ്സുവരെയും അഭിനയിച്ച ശേഷമാണ് വിടവാങ്ങിയത്. കോഴിക്കോടൻ ഭാഷാശൈലി മനോഹരമായി അവതരിപ്പിച്ചതിലൂടെ ശ്രദ്ധ നേടിയ മലയാള സിനിമയുടെ ഗഫൂർക്ക ദോസ്ത് വിട പറഞ്ഞത് കഴിഞ്ഞ ഏപ്രിൽ 26 നാടകരംഗത്ത് നിന്ന് സിനിമയിലെത്തിയ മാമുക്കോയ ഹാസ്യ വേഷങ്ങളിലായിരുന്നു മലയാള സിനിമയിൽ കൂടുതൽ തിളങ്ങിയത്. എന്നാൽ സമീപകാലത്ത് ക്യാരക്ടർ വേഷങ്ങളിലൂടെയും അദ്ദേഹം ഞെട്ടിച്ചിരുന്നു. ഹൃദയാഘാതത്തിന് പിന്നാലെ തലച്ചോറിൽ രക്തസ്രാവം കൂടി ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ നില വഷളാവുകയും 76 വയസ്സിൽ വിട പറയുകയുമായിരുന്നു. ജൂൺ 18 തീയതിയാണ് 800ഓളം സിനിമകളിലും 4000ഓളം നാടകങ്ങളിലും അഭിനയിച്ച അതുല്യ പ്രതിഭയായ പൂജപ്പുര രവി അന്തരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മറയൂരിലെ മകളുടെ വീട്ടിലായിരുന്ന അദ്ദേഹത്തെ ശ്വാസമുട്ടലിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു. ഹാസ്യ നടനായും സ്വഭാവ നടനായും ദീർഘകാലം മലയാള സിനിമയിൽ അഭിനയിച്ച രവീന്ദ്രൻ നായർ എന്ന പൂജപ്പുര രവി 84 വയസ്സിലാണ് അഭിനയ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞത്. സിനിമാ സീരിയൽ താരമായ വിനോദ് തോമസിനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതും ഈ വർഷം തന്നെയാണ്. നവംബർ 18 തീയതിയായിരുന്നു ആ മരണം. പാർക്ക് ചെയ്ത കാറിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. നത്തോലി ഒരു ചെറിയ മീനല്ല, അയ്യപ്പനും കോശിയും തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയമായ താരമായിരുന്നു വിനോദ് തോമസ്. അദ്ദേഹത്തിന്റെ നിരവധി സിനിമകൾ പ്രേക്ഷകരെ രസിപ്പിച്ചിരുന്നു. മിമിക്രി താരവും സിനിമാ നടനുമായ കലാഭവൻ ഹനീഫ് അന്തരിച്ചതും വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു. 58 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ശ്വാസതടസ്സത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ നവംബർ 9 തീയതിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 150-ലധികം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിന്റെ അവസാന സിനിമ കാതലായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം തിയേറ്ററുകളിൽ എത്തിയ കാതലിൽ ജഡ്ജിയായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരുന്നത്. ചെറിയ വേഷങ്ങളാണെങ്കിൽ കൂടി എന്നും മലയാള സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് നടൻ ഹരീഷ് പെങ്ങൻ എത്തിയിരുന്നത്. അദ്ദേഹം അന്തരിച്ചത് മെയ് 30 തീയതിയാണ്. കരൾ സംബന്ധമായ അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്ന അദ്ദേഹം ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. ചെറിയ വയറുവേദനയുമായി ആശുപത്രിയിലേക്ക് എത്തിയതായിരുന്നു അദ്ദേഹം. പിന്നീടാണ് കരൾ സംബന്ധമായ രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞത്. കരൾ ദാനം ചെയ്യാൻ ഇരട്ട സഹോദരിയായ ശ്രീജ തയ്യാറായിരുന്നെങ്കിലും ചികിത്സയ്ക്ക് ഭീമമായ തുക ആവശ്യമായി വന്നിരുന്നു. ഇതിനിടയിലാണ് 49 വയസ്സിൽ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ. ഏറ്റവും ഒടുവിൽ ഏറെ ജനപ്രീതി നേടിയ കാക്ക എന്ന ഷോർട്ട് ഫിലിമിലൂടെ ശ്രദ്ധ നേടിയ നടി ലക്ഷ്മിക സജീവൻ അന്തരിച്ചത് ഡിസംബർ 8 തീയതിയാണ്. ഹൃദയാഘാതമാണ് മരണകാരണം എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഷാർജയിൽ ജോലി ചെയ്ത് വരികയായിരുന്ന ലക്ഷ്മികയുടെ മരണം അവിടെ വെച്ച് തന്നെയായിരുന്നു.